പമ്പ അച്ചൻകോവിലാറുകളെ ബന്ധിപ്പിക്കുന്ന തോട്ടുമുഖപ്പ് പ്രായിക്കര തോടിന്റെ പുനരുജ്ജീവനത്തിനായി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ തന്നെ ഫണ്ട് അനുവദിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തോട് പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പമ്പ അച്ചൻകോവിലാറുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പമ്പ നദിയിലെ തോട്ടമുഖപ്പ് ഭാഗത്തു നിന്നും ആരംഭിച്ച് ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ പ്രായിക്കരയിൽ അവസാനിക്കുന്ന തോട്ടമുഖപ്പ് പ്രായിക്കര തോടിന്റെ പുനരുജ്ജീവനത്തിനായി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഈ ബജറ്റിൽ തന്നെ ഫണ്ട് അനുവദിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാന്നാർ SNDP യൂണിയന്റെ ഹാളിൽ ചേർന്ന തോട്ടമുഖപ്പ് പ്രായിക്കര തോട് പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ. 2-3 മാസത്തിനകം ആദ്യത്തെ സ്റ്റേജിലേക്കുള്ള പണി ആരംഭിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തെങ്കിൽ പണിയിലേക്ക് പോകാൻ പറ്റും. പഞ്ചായത്ത് വാർഡടിസ്ഥാനത്ത് യോഗം വിളിക്കണം. പഞ്ചായത്ത് മെമ്പർമാർ കൺവീനർമാരായിട്ടുള്ള കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കക്കൂസ് മാലിന്യം ഇതിലേക്ക് ഒഴുക്കി വിടുന്നത് എല്ലാം നോട്ടീസ് കൊടുത്ത് കർശനമായതിനു മുമ്പ് തന്നെ സേഫ്റ്റി ടാങ്ക് ഉണ്ടാക്കി അവരുടെ കാര്യങ്ങൾ ഇത് ചെയ്യണം. പിന്നെ മാലിന്യം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചെന്നിത്തലയും രണ്ടുപേരും ചെന്നിത്തലയും മാന്നാറും കർശനമായി നിരോധിക്കണം. ഒരു മാലിന്യം ഇതിനകത്ത് ഡംപ് ചെയ്യാൻ പാടില്ല. പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി റിനോവേഷൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് അവിടെ അനുവദിക്കണം. നാട്ടുകാരെ ഇളക്കാം. പിന്നെ നമ്മുടെ ഔദ്യോഗികമായിട്ട് ഡീപ്പൻ ചെയ്യുക, സൈഡ് ഇളക്കുക, നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യുക, വോള് കെട്ടുക, ചെടി വെക്കുക, ഭംഗിയാക്കുക, മനോഹരമായ ഒരു സംഗതിയാക്കി മാറ്റാൻ പറ്റും. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തുള്ള ഓഡിറ്റോറിയം പൊളിച്ച് നല്ല ഒരു കൺവെൻഷൻ സെൻറ്റർ, നല്ല ഒരു ഓഡിറ്റോറിയം, ഒരു ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം, ഇതിനോട് നമ്മൾ ചെറിയ ചെറിയ കല്യാണങ്ങളോ അങ്ങനെയുള്ള പരിപാടി തുടങ്ങും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഹാളുണ്ട്, ആ ഹാളൊക്കെ വന്നതിന് കൂടുതൽ പരിപാടി കേന്ദ്രീകരിക്കും. നമ്മുടെ ഈ റോഡൊക്കെ റോഡ് തോടുമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും സൗകര്യം. ആ സ്റ്റേജ് ഞാൻ കുളിച്ചിടഞ്ഞാൽ പിന്നെ ഇവിടെ ബസ് സ്റ്റാൻഡ് മൊത്തം ടാർ ചെയ്ത് വൃത്തിയാക്കി ഫ്രണ്ടിൽ നല്ല ഷോപ്സ്, വണ്ടി കയറി ഇറങ്ങാനുള്ള സൗകര്യം വരും. ബാക്കിയൊക്കെ ഷോപ്സ് മേളിലും താഴെ വെച്ചാൽ നിങ്ങൾക്ക് വരുമാനമുണ്ട്. അങ്ങനെ ഒരു പദ്ധതിക്ക് പ്രൈമറി കുറെ പണം തരാം. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ ടെക്നിക്കൽ സർവേ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തോടിന്റെ പുനരുജ്ജീവനത്തിനുള്ള സാധ്യത തെളിഞ്ഞത്. തോട്ടമുഖപ്പ് കോയിക്കൽ ഭാഗം വരെയുള്ള മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 16, 17 വാർഡുകളിലൂടെ ഒഴുകിയിരുന്ന പുരാതനമായ തോട്ടമുഖപ്പ് കോയിക്കൽ ഭാഗം തോടിന്റെ നവീകരണത്തിന് മന്ത്രി സജി ചെറിയാന്റെ ശ്രമഫലമായി കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഇറിഗേഷൻ വിഭാഗം 4.92 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ച് ചെറുകിട ജലസേചന വകുപ്പ് പദ്ധതിയുടെ തുടർ നടപടികൾ നടത്തിവരികയാണ്. കോയിക്കൽ ഭാഗം മുതൽ പ്രായിക്കര വരെയുള്ള ബാക്കി ഭാഗം കൂടി സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും മിലൻ 21 ചുമതലപ്പെടുത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിനി ജെയിൻ യോഗത്തിൽ അധ്യക്ഷയായി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം G കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിനു, അജിത്ത് പഴവൂർ, ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു രാജ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടൈറ്റസ് P കുര്യൻ, പുഷ്പ സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത PA കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, മാന്നാർ.